ഇത് പാലക്കാട് കഞ്ചിക്കോടുള്ള അത്ഭുത മാതാവിൻ്റെ ദേവാലയം. കഞ്ചിക്കോട് റാണിയുടെ ഭവനത്തിൽ വെച്ച് പരിശുദ്ധ മാതാവ് 1996, 2002 കാലഘട്ടങ്ങളിൽ പലപ്പോഴായിട്ട് ഈ ദേവാലയത്തിൽ മാതാവും യേശുനാഥനും പ്രത്യക്ഷപ്പെട്ട് അനേകം അടയാളങ്ങളും ദർശനങ്ങളും നൽകിയിട്ടുണ്ട്. 51 സന്ദേശങ്ങളാണ് മാതാവ് ഈ കാലയളവിൽ റാണി ജോണിന് നൽകിയിട്ടുള്ളത്. നാം ഇപ്പോൾ കാണുന്നത് റാണി ജോണിന് പലപ്പോഴായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയിട്ടുള്ള പല അനുഭവങ്ങളാണ്. ദിവ്യകാരുണ്യം, നാവിൽ രക്തവും മാംസമായി തീരുക, മാതാവിൻ്റെ ജപമാലയിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന അനുഭവം, യേശുനാഥൻ്റെ പടത്തിൽ നിന്നും കണ്ണുകളിൽ നിന്നും രക്തത്തുള്ളികൾ ഒഴുകി വരുന്ന അനുഭവം, ഗാഡലുപ്പ മാതാവിൻ്റെ പടത്തിൽ നിന്നും സുഗന്ധ തൈലം ഒഴുകുന്ന അനുഭവം, പഞ്ചക്ഷതങ്ങൾ എന്നിങ്ങനെ ധാരാളം അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഈ കാലയളവിൽ റാണി ജോണിന് ഉണ്ടാവുകയും അവ സാക്ഷ്യം വഹിക്കാൻ അനേകം മക്കൾ ആ ദേവാലയത്തിൽ കൂടിയിരുന്നു. ആദ്യകാലത്ത് റാണി ജോണിൻ്റെ വീട്ടിലായിരുന്നു ഈ മാതാവിൻ്റെ തിരുസ്വരൂപം വെച്ചിരുന്നെങ്കിൽ പിന്നീട് അതിന് ശേഷം വീടിനോട് ചേർന്നൊരു ചാപ്പൽ ഉണ്ടാക്കുകയും ആ ചാപ്പലിൽ മാതാവിൻ്റെ ഈ തിരുസ്വരൂപം സ്ഥാപിച്ച് ഇപ്പോൾ അവിടെയാണ് പ്രാർത്ഥനയും മറ്റും നടക്കുന്നത്. ഈ കാണുന്നതാണ് കഞ്ചിക്കോട് മാതാവിൻ്റെ ചാപ്പൽ. മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം നമുക്ക് കാണാൻ സാധിക്കും. വിമല ഹൃദയത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു ചിത്രമാണ്. റാണി ജോണിന് കഞ്ചിക്കോട് മാതാവ് അനേകം ദർശനങ്ങളും പ്രത്യക്ഷങ്ങളും നൽകിയിട്ടുണ്ട്. 51ഓളം സന്ദേശങ്ങൾ മാതാവ് ഇക്കാലയളവിൽ റാണി ജോണിന് നൽകിയിട്ടുണ്ട്. അവയുടെ സാരാംശം പശ്ചാത്തപിക്കുക, യേശുവിൽ ശരണമടയുക, പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തുടങ്ങിയവയാണ് അവയുടെ സാരാംശം തന്നെ. മാതാവിൻ്റെ ഈ അത്ഭുതകരമായ ഇടപെടൽ നടന്ന ഈ ദേവാലയം ഇപ്പോൾ റാണി ജോൺ പാലക്കാട് രൂപതയ്ക്ക് 2023 ഡിസംബർ 25 സ്വന്തം ഇഷ്ടപ്രകാരം രൂപതയ്ക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. അതേ തുടർന്ന് ഈ വരുന്ന ജനുവരി 15 പാലക്കാട് രൂപത ബിഷപ്പ് ഈ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുന്നു. പിന്നീട് എല്ലാ ബുധനാഴ്ചകളിലും ഈ ദേവാലയത്തിൽ ദിവ്യബലി ഉണ്ടാവുകയും ജപമാല കൂട്ടായ്മ പ്രാർത്ഥന ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്. എല്ലാ ദിവസവും നമുക്ക് ഈ ദേവാലയത്തിൽ വന്നാൽ ഇവിടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. 9 മുതൽ 5 മണി വരെയാണ് സമയം. ഇത് പാലക്കാട് കഞ്ചിക്കോട് എന്ന സ്ഥലത്താണ് ഈ ദേവാലയം. അവിടെ ആരോടെങ്കിലും ചോദിച്ചാലും ഈ ദേവാലയത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ അവർ നൽകുന്നതാണ്. ഈ ദേവാലയം ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട അത്യാവശ്യമാണ്. മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നടന്ന ഒരു ദേവാലയമാണ് ഈ കഞ്ചിക്കോട് മാതാവിൻ്റെ ദേവാലയം. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കേരളത്തിൽ നടത്തിയ ഒരേ ഒരു ദേവാലയമാണ് കഞ്ചിക്കോട് മാതാവിൻ്റെ ഈ നാമധേയത്തിലുള്ള ദേവാലയം. വളരെ മനോഹരമായ ഈ ദേവാലയത്തിൽ മാതാവിൻ്റെ തിരുസ്വരൂപം നമുക്ക് കാണാൻ സാധിക്കും. വിമല ഹൃദയത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു ചിത്രമാണ് മാതാവിൻ്റെ തിരുഹൃദയത്തിൽ കാണാൻ സാധിക്കുക. മാതാവ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അനേകം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഈ ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. പ്രാർത്ഥിച്ചാൽ അവയ്ക്ക് ഉത്തരം നൽകുന്ന പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഈ ദേവാലയത്തിൽ നിലനിൽക്കുന്നു. അതിനാൽ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അനേകം സൗഖ്യങ്ങളും വിടുതലുകളും ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.